ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രീം ബൺ ഉണ്ടാക്കാനാണ് പോകുന്നത്. 3/4 കപ്പ് ചെറിയ ചൂട് പാലെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഈ ചെറിയ ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടുന്നത് 2 കപ്പ് അളവിൽ മൈദയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാലും നമ്മുടെ മൈദയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാവ് നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നിങ്ങൾക്ക് ചെറിയ ചൂട് വെള്ളം ഒഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പാല് തന്നെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. 3/4 കപ്പ് പാല് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പോരാന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും നമ്മൾ പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളമോ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. ഇനി നമുക്ക് ആ മാവ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗള് ഓയിൽ ഗ്രീസ് ചെയ്തെടുക്കുവാണ്. നല്ലതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മാവ് കുഴച്ചത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറമേയും നമ്മൾ ഓയിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു തുണി കൊണ്ട് മൂടി നമുക്ക് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ റെസ്റ്റ് ചെയ്തിട്ട് എടുത്തതാണിത്. എന്നിട്ട് വീണ്ടും നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതിനെ ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ നമുക്ക് എത്രയാണോ ബോളിൻ്റെ അളവ് വേണ്ടുന്നത് ആ അളവിന് നമുക്ക് എടുക്കാം. എനിക്കിതിപ്പോൾ ഏകദേശം ഒരു 6 എണ്ണമാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് ആ പ്ലേറ്റിൽ അടുപ്പിച്ച് വെക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ ഒത്തിരി ഇങ്ങനെ മാവ് പ്രസ് ചെയ്ത് ഉരുട്ടി ഒത്തിരി ടൈം അതിനെ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നമുക്ക് ബോളാക്കി വെക്കാം. ഇപ്പോൾ 6 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ വീണ്ടും 20 മിനിറ്റെങ്കിലും ഇതിനെ വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു നനഞ്ഞ ടവലോ എന്തെങ്കിലും കൊണ്ട് വീണ്ടും ഇതിനെ മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഞ്ചസാര, ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും ഒരു 60 ഗ്രാം അളവിൽ ബട്ടറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബട്ടർ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കുക. 50 ഗ്രാമൊക്കെ മതിയാകും, 50 തന്നെ ഇനഫ്. അപ്പോൾ അത്രയും പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതിനെ മിക്സാക്കി എടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, അത് മെൽറ്റായി കിട്ടിക്കോളും. ആദ്യമൊക്കെ ആ വിസ്കിലൊന്ന് ഒട്ടിപ്പിടിക്കും, അത് കാര്യമാക്കണ്ട. നമ്മൾ കറക്കി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് മെൽറ്റായി റെഡി ആയിക്കോളും. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇതാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ട നല്ലതുപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബട്ടറിന് പകരം വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും. വിപ്പിംഗ് ക്രീം എടുക്കുവാണെങ്കിൽ അധികം പഞ്ചസാരയുടെ ആവശ്യം വരികയില്ല. അപ്പോൾ നല്ലതുപോലെ തന്നെ ഞാനിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ബോളെല്ലാം ഒന്നും കൂടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടേ ചെയ്യാവൂ. ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോകും, കറക്റ്റായിട്ട് കിട്ടത്തുമില്ല. അതുപോലെ കുറച്ചുകൂടെ കുഴിവുള്ളൊരു പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടെ അത് മുങ്ങിക്കിടക്കും. എനിക്കിപ്പോൾ അങ്ങനത്തെ പാത്രം എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഓയിലത് മുങ്ങിക്കിടക്കും. ഇടയ്ക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടോ, ഇപ്പോൾ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ വീണ്ടും നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ടവലിട്ട് മൂടി വയ്ക്കുക. ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫില്ലിങ്സ് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്.
ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ആ ബണ്ണിൻ്റെ ഒരു അളവനുസരിച്ചൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ടല്ലോ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.